ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പേപ്പർ ബാഗുമായിട്ടാണ്. ഇപ്പോൾ ഏതൊരു ഷോപ്പിൽ പോയാലും പിന്നെ പച്ചക്കറി മേടിച്ചാലും അങ്ങനെ ഇപ്പോൾ എന്ത് കാര്യത്തിനായാലും ഈ ഒരു പേപ്പർ ബാഗാണ് നിലവിൽ എല്ലാവരും യൂസ് ചെയ്യാറ്. അപ്പോൾ ഈ ഒരെണ്ണം എന്തായാലും നിങ്ങളുടെ വീട്ടിൽ ഉണ്ടായിരിക്കും. നിങ്ങൾ ഈ പേപ്പർ ബാഗ് കത്തിച്ച് കളഞ്ഞിട്ടുണ്ടാവില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എന്തായാലും ഒന്നെങ്കിലും എടുക്കാൻ കാണും. അപ്പോൾ ആ ഒരെണ്ണം വെച്ചിട്ട് നമുക്കൊരു കിടുക്കാച്ചി ഐറ്റം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം ഞാനൊരു പേപ്പറിൻ്റെ ഈ ഒരു പോർഷൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ആ മുകളിലിരിക്കുന്ന ആ ഒരു ഭാഗങ്ങളൊക്കെ എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ ഒരു പേപ്പർ ബാഗിനെ ഒരു സൈസ് വെച്ചിട്ട് അത് 1-2 സെൻറ്റിമീറ്റർ എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. മടക്കി എത്രമാത്രം അതേ അളവിന് മടക്കാൻ പറ്റുന്നോ അത്രയും ഞാൻ മടക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഇഷ്ടപ്പെട്ട ഒരു റെഡ് ഹാർട്ട് എങ്കിലും കമൻറ്റായിട്ട് ഒന്ന് ഇടുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിൽ ഇതുപോലത്തെ വേസ്റ്റ് മെറ്റീരിയൽസ് റീയൂസ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. എല്ലാ വീഡിയോസും നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. പ്ലാസ്റ്റിക് വെച്ചിട്ടുള്ള ബോട്ടിൽസിൽ തന്നെ ഞാൻ ഒരുപാട് ക്രാഫ്റ്റ് ചെയ്യുന്ന വീഡിയോസ് ഇട്ടിട്ടുണ്ട്. പിന്നെ പൂക്കൾ ഉണ്ടാക്കുന്ന വീഡിയോസ്, അതൊക്കെ നമ്മുടെ വീട്ടിൽ വെറുതെ എടുത്തെറിയുന്ന പ്ലാസ്റ്റിക്കും പിന്നെ ആവശ്യമില്ലാത്ത കോട്ടൻ്റെ തുണിയും അതൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കുക. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് എന്നും എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. നമ്മൾ ആ ഒരു അളവെടുത്തിട്ടുള്ള ഓരോ പേപ്പറും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ 3 എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ഞാനൊരു മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ട് ഒന്ന് സെക്യൂർ ആക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് അത് ഒന്ന് സ്റ്റഡി ആയിട്ടിരുന്നാൽ മാത്രമേ ബാക്കിയുള്ള ആ ഒരു പരിപാടി ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ മുകളിലൊന്ന് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഒട്ടിച്ചതിന് ശേഷം ഇതിനെ ജസ്റ്റ് ഒന്ന് ഞാൻ മടക്കാതെ ഇതിനെ ഒന്ന് മടങ്ങിയെടുക്കാൻ നോക്കുന്നുണ്ട്. അതായത് മുടി പിന്നുന്ന ആ ഒരു മോഡലിൽ ചെയ്തെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് കഴിയാത്തത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് ഒന്ന് നന്നായിട്ട് ചുറ്റിയെടുത്തതിന് ശേഷം ആ ഒരു മുടി മടയുന്ന രീതിയിൽ മുടി പിന്നുന്ന മെത്തേഡിലാക്കി എടുക്കുന്നുണ്ട്. മാക്സിമം കട്ട് ചെയ്ത് വച്ചതെന്നൊക്കെ ആ ഒരു മെത്തേഡിൽ ആക്കി ഇത് ഇത്രയും എടുത്തിട്ടുണ്ട്. ഇനി അടുത്തെടുക്കുന്നത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഈ ഒരു ബോട്ടിലാണ്. ഇത് വെറുതെ ആവശ്യമില്ലാതെ ആ ഒരു വേസ്റ്റിൻ്റെ കൂടെ കിടന്നതാണ്. അപ്പോൾ അതും എടുക്കുന്നുണ്ട്. എന്നിട്ട് ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ഇത് ഓരോന്നായിട്ട് അതിൻ്റെ മുകളിൽ ഒന്ന് ചുറ്റി എടുക്കുന്നുണ്ട്. ഫെവിക്കോൾ ഉള്ളവർക്ക് ഫെവിക്കോൾ എടുക്കാം. പക്ഷേ ഗ്ലൂ ഗൺ ആകുമ്പോൾ പെട്ടെന്ന് അത് നന്നായിട്ട് ഒട്ടിക്കിട്ടും. പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒട്ടിക്കിട്ടും. അപ്പോൾ മാക്സിമം ഗ്ലൂ ഗൺ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഇല്ലാത്ത പക്ഷേ കുഴപ്പമില്ല, നമ്മുടെ ഫെവിക്കോളായാലും മതി. പിന്നെ ഇത്തിരി ടൈം എടുക്കുന്നേ ഉള്ളൂ അത് ഒട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് മൊത്തത്തിൽ കവർ ചെയ്ത് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ മാക്സിമം സ്പേസ് ഇല്ലാതെ മൊത്തത്തിൽ കവർ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒരല്പം പോലെ സ്പേസ് വീണാൽ അതിൻ്റെ ഒരു ഭംഗി മാറും. അപ്പോൾ സ്പേസ് വിടാതെ ഒട്ടിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.
അങ്ങനെ അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവസാനം ഇതുപോലെ ഒന്ന് മൊത്തത്തിൽ കവർ ചെയ്ത് ഒട്ടിക്കുന്നുണ്ട്. പിന്നെ ആ മുകളിലത്തെ പോർഷൻ ഞാൻ വിട്ടിരിക്കുന്നത്, ആ ഒരു പോർഷൻ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ബോട്ടിൽ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അത് ലാസ്റ്റ് ചെയ്തെടുത്താൽ മാത്രമേ അതിനൊരു പെർഫെക്ഷൻ ലുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് ഇത്രയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി എൻ്റെ മുകളിലത്തെ പോർഷനും കൂടെ ഞാൻ ഒന്ന് ഒട്ടിച്ച് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ എങ്ങനെ ഇരുന്ന പേപ്പറാണ് ഇപ്പോൾ ഇത് എങ്ങനെ ഇരിക്കുന്നു എന്ന് നിങ്ങളൊന്ന് നോക്കിയേ. മൊത്തം കവർ ചെയ്ത് സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഇനി അടുത്തെടുത്തിട്ടുള്ളത് ഇതുപോലത്തെ ഒരു റിബണാണ്, ചെറിയ സൈസിലുള്ള റിബണാണ്. അപ്പോൾ ആ റിബൺ എടുത്തിട്ട് ഒന്ന് കുറച്ചുകൂടെ ഇതൊന്ന് അലങ്കരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബോ ടൈപ്പിൽ ഒന്ന് കുറച്ചുകൂടെ സെറ്റാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇത്തിരി വെള്ളമൊക്കെ നിറച്ച് ഞാൻ മണി പ്ലാന്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് എന്തായാലും ഇത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇനി കിട്ടുന്ന പേപ്പർ ബാഗ് ഒന്നും കളയണ്ട, ഇതുപോലത്തെ വർക്ക് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.